blessing today. ഇതെല്ലാവരും കാണണം. വളരെ നല്ലൊരു ആത്മീയമായി നമ്മളെ വളർത്തുന്ന ഒരു നല്ല പ്രോഗ്രാമാണിത്. This program is sponsored by ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 2 പേർ കൂടി ചേർന്നിട്ടാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാലക്കാട് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മൂത്ത മകൾക്കും അവരുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ഭവനം അവർക്ക് ഉണ്ടാകട്ടെ. 2ാമത്തെ മകൾക്കും അതുപോലെ മൂത്ത മകനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏറ്റവും അനുയോജ്യരായ കർത്താവ് ജീവിത പങ്കാളികൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇപ്പോൾ ഉള്ള പ്രോപ്പർട്ടി വിൽക്കുവാനും ഒരു പുതിയ സ്ഥലവും കർത്താവ് ഒരു നല്ല വീടും ലഭിക്കുവാനുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പെരുമ്പാവൂരിൽ നിന്നുള്ള കൃഷ്ണൻ ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൃഷ്ണന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ സൗഖ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. 3 മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ കുടുംബപരമായ അനുഗ്രഹങ്ങൾ കർത്താവ് അവർക്ക് കൊടുക്കണമേ. അവർക്ക് സ്വന്തമായ ഭവനമുണ്ടാകട്ടെ കർത്താവെ. അവരുടെ സ്ഥലത്തിൻ്റെ കർത്താവ് കേസിൽ അവർക്ക് ഏറ്റവും അനുകൂലമായ വിധി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ 2 സ്പോൺസേഴ്സിനെയും ഇപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഈ 2 സ്പോൺസേഴ്സിനോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദുബായ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 28 ചൊവ്വാഴ്ച. സമയം വൈകിട്ട് 7:30 മുതൽ 10 മണി വരെ. വൈഡ് റേഞ്ച് റെസ്റ്റോറന്റ് അൽ മദീന, ബേസ്മെന്റ് പാർട്ടി ഹാൾ, കരാമ, മെട്രോ സ്റ്റേഷന് സമീപം. ഫോൺ 055-741-5618. ഷാർജ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 29 ബുധനാഴ്ച. സമയം വൈകിട്ട് 7:30 മുതൽ 10 മണി വരെ. ഷാർജ വർക്ക്ഷിപ്പ് സെന്റർ, ഫസ്റ്റ് ഫ്ലോർ, മെയിൻ ഹാൾ. ഫോൺ 050-9673-287. ബ്രദറുടെ പേര് അജിമോൻ എന്നാണ്. ജന്മന തന്നെ ഒരു വൈകല്യമുള്ളൊരു വ്യക്തിയാണ്. തൻ്റെ വലത് കാലിന് അരയ്ക്ക് കീഴ്പോട്ട് സ്വാധീനം കുറവാണ്. തന്നെയുമല്ല 1 ഇഞ്ചോളം നീളക്കുറവുണ്ട്. താൻ പറഞ്ഞത് ചെറുപ്പത്തിലെ പോളിയോ വന്നതുകൊണ്ട് വന്നുപോയ ഒരു ഇതാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6 മാസങ്ങൾക്ക് മുൻപ് താൻ ഒരു സുഹൃത്തിൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സുഹൃത്തിൻ്റെ കൺട്രോൾ വിട്ടുപോയതുകൊണ്ട് താൻ പുറകിലിരിക്കുകയായിരുന്നു. ബൈക്കിൽ നിന്ന് താഴെ വീണ സമയത്ത് ഈ വലത്തെ കാലിൻ്റെ ചിരട്ടയ്ക്ക് സാരമായ പരിക്ക് പറ്റി. ആ ചിരട്ട അകന്നു പോയിട്ട് താൻ പറഞ്ഞത് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ ഒരു കണക്കിന് വീട്ടിൽ വന്നതിന് ശേഷം ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കാൻ പറ്റത്തില്ല. ഇരുന്നു കൊണ്ടാണ് താൻ എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് തനിക്ക് ബ്ലെസ്സിങ് ടുഡേയെ പറ്റി ഒന്നും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്ലെസ്സിങ് ടുഡേയെ പറ്റി കാണുന്നതും. അന്ന് മുതൽ താൻ ബ്ലെസ്സിങ് ടുഡേ കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബ്രദർ ഡാമിയൻ വിളിച്ചു പറഞ്ഞു, ഈ സമയത്ത് രോഗികളായിരിക്കുന്നവർ ഒരു കൈ രോഗമുള്ള ഭാഗത്തും മറ്റേ കൈ TV-യുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഡാമിയൻ ബ്രദർ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് അജിമോൻ പറഞ്ഞത് തൻ്റെ ശരീരത്തിലൂടെ ഒരു ഷോക്ക് അടിക്കുന്നത് പോലുള്ള ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവം ഉണ്ടായ സമയത്ത് താൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഏകദേശം 6 മാസത്തോളമായിട്ടുണ്ടായിരുന്നു. അനങ്ങാതെ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന താൻ ഷോക്കടിച്ച സമയത്ത് ഒന്ന് വിറച്ചപ്പോഴേക്കും കാലറിയാതെ അനങ്ങിയ സമയത്ത് അവിടെ വേദന ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറവ് തോന്നി, ഭയങ്കരമായിട്ട് വേദനയ്ക്ക് കുറവ് തോന്നി. ചെറിയ തോതിൽ താൻ നടക്കുവാൻ തുടങ്ങി.
അത് കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് TV പ്രോഗ്രാമിലൂടെ താൻ അറിഞ്ഞു കറുകച്ചാലിൽ ഡാമിൻ ബ്രദർ വരുന്നുണ്ട്, അവിടെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് എന്ന്. അദ്ദേഹം ആ കറുകച്ചാലിൽ അതേ അവസ്ഥയിൽ കറുകച്ചാലിൽ വന്നു, ഡാമിൻ ബ്രദറിൻ്റെ അടുക്കൽ വന്നു പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞത് അന്ന് വരെ ഉണ്ടായിരുന്ന അല്പമായി വേദന ഉണ്ടായിരുന്നു, ആ വേദനയും പൂർണ്ണമായിട്ടും അന്നത്തേത് കൊണ്ട് മാറിപ്പോയി. അദ്ദേഹം പറഞ്ഞത് ആ അപകടം പറ്റിയപ്പോൾ എൻ്റെ ജീവിതം നശിഞ്ഞു, ഇനി ഞാൻ ഇതുപോലെ എഴുന്നേറ്റ് നടക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ കറുകച്ചാലിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത് ഞാൻ പഴയതുപോലെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. തന്നെയുമല്ല, അതിനു മുൻപ് തന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, നിൻ്റെ വീട് പണിയാനായി ഞാനൊരല്പം പണം തന്ന് സഹായിക്കാം എന്ന് ഒത്തിരി നാളായി പറഞ്ഞിരുന്നു, പക്ഷേ വന്നിട്ടുണ്ടായിരുന്നില്ല. കറുകച്ചാലിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കഴിഞ്ഞു, ബ്രദർ ഡാമിയൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സുഹൃത്ത് തനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണം തൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ആ പണം തനിക്ക് കിട്ടി, തൻ്റെ വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർക്കുവാനും സാധിച്ചു. ഈ പറഞ്ഞുകൊണ്ടിരുന്നെല്ലാം ശരിയാണെന്നുള്ള എനിക്കറിയാം. കാരണം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ബ്രദർ പറയുമ്പോഴും ഇതിനിടയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം യേശുവിൻ്റെ അനുഗ്രഹമാണ്. എനിക്ക് വിശ്വാസം വലിയ കാര്യമായിട്ട് ഇല്ലായിരുന്നു, പക്ഷേ എനിക്കൊരനുഭവം വന്നതോടുകൂടി എനിക്ക് കുറച്ച് വിശ്വാസമായി. അത് എല്ലാവരോടും പറയുക, എനിക്ക് വിശ്വാസമുണ്ട്, യേശു എന്നെ രക്ഷിക്കും എന്നെനിക്ക് അന്നാണ് വിശ്വാസമായത്. എൻ്റെ ഈ കാല് പോയോടുകൂടി ഞാൻ ഓർത്ത് എൻ്റെ ജീവിതം തീർന്നെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ എനിക്ക് ഇനിയും ജീവിതം ഉണ്ടെന്ന് എൻ്റെ യേശു കാണിച്ചു തന്നു. ഈ ബ്ലെസ്സിങ് ടുഡേയിൽ കൂടെ എനിക്കത് കാട്ടിത്തന്നു. കരഞ്ഞുകൊണ്ടാണ് ഈ മകനിത് ഇവിടെ നിന്നും പറയുന്നത്, ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. ഈ കാല് വെച്ച് ഇനി ഇത് വെച്ചൊന്ന് നടന്നൊന്നും കാണിക്കുമോ? എന്തെങ്കിലും? ഒരു കുഴപ്പമില്ല, ചാടാം. ഓക്കെ, അത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പറഞ്ഞല്ലോ, ഇത്രയും മണലും മെറ്റലും ഒക്കെ ചുമക്കാവുന്ന പരുവത്തിൽ കർത്താവ് തന്നെ സൗഖ്യമാക്കി. എത്ര വലിയവനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകനെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങ് കൊടുത്ത വിടുതലിനായി നന്ദി, സൗഖ്യത്തിനായി നന്ദി. കർത്താവെ, വരും ദിവസങ്ങളിൽ കൂടുതൽ യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ കർത്താവിൻ്റെ കൃപ കൊടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ജനം ചേർന്ന് ആമേൻ പറഞ്ഞാലോ. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനത്തിലേക്ക് നയിച്ച, യേശുവിന് 6 മാസം മൂപ്പ് ഉള്ള യോഹന്നാൻ സ്നാപകന്റെ വെളിപ്പാടിൽ യേശു ക്രിസ്തു ആരാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വ്യക്തമായി പഠിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ അതിൻ്റെ 9 വരെയുള്ള വേദഭാഗങ്ങളിൽ യേശു കർത്താവ് ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യോഹന്നാൻ സ്നാപകന് വെളിപ്പാടുണ്ടാവുകയാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ 21, 27 വചനങ്ങളിലൂടെ യേശു കർത്താവാണ് മശീഹ എന്നുള്ള വെളിപ്പാട് യോഹന്നാൻ സ്നാപകന് ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് ഓരോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലും ബ്രദർ ഡാമിയൻ പറയുന്ന അതേ വാക്കുകൾ കടമെടുത്ത് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പ്രസ്താവിക്കട്ടെ. യേശുവിനെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ബോക്സ് കൊണ്ട്, തലമുണ്ട കൊണ്ട്, നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് യേശുവിനെ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ സാധ്യമല്ല. ഈ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ സാധിക്കും, സയൻസ് പഠിക്കാൻ സാധിക്കും, മാത്തമാറ്റിക്സ് പഠിക്കാൻ സാധിക്കും, മറ്റു പല ഭാഷകൾ പഠിക്കാൻ സാധിക്കും, പല ടെക്നിക്സുകൾ, സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ ജ്ഞാനത്തിന് അപ്പുറമായി ദൈവത്തിൻ്റെ വെളിപ്പാടിലാണ് ക്രിസ്തു ആരാണ് എന്ന യാഥാർത്ഥ്യം ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നത്. ചേർന്നൊരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും
യോഹന്നാൻ സ്നാപകന് ക്രിസ്തു ആരാണ്, യേശു ആരാണ് എന്ന വെളിപ്പാട് അവൻ്റെ ഹൃദയത്തിൽ അവൻ കൊണ്ടു നടന്നവനായിരുന്നു. ഇനി മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് നാം വരുവാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ഭാഗത്തിൽ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ അഭിപ്രായത്തിൽ യേശു ആരാണ്? യേശു എന്നുള്ള ജീസസ് ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു കർത്താവ്. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ, യേശു. പറഞ്ഞേ, ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. വായിക്കാം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വേദഭാഗം. യേശു തൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്ന് നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപേ ഉള്ളവനാകയാൽ എന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ പറ്റിയാണ്. നോക്കൂ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ വേദവചനം കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോകത്തിൻ്റെ പാപം മുഴുവൻ ചുമക്കാനായിട്ട് ഒരു കുഞ്ഞാടിന് സാധിക്കുമോ? ഇത് തലമുറകളായി ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളർന്നിട്ടുള്ള നാം ആ വചനം അങ്ങ് കാണാതെ പഠിക്കുന്നത് കൊണ്ടും അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് കൊണ്ടുമാണ് അത് സാധ്യമാകുന്നത്. എന്നാൽ യുക്തിപൂർവം ചിന്തിച്ചാൽ പാപം കളയുക എന്ന കാര്യത്തിൽ ഒരു സിംഹമാണെങ്കിൽ അവൻ പാപത്തിൻ്റെ മേൽ ജയമെടുക്കുന്നു എന്ന് പറയുമ്പോൾ സിംഹത്തിൻ്റെ കഴിവ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പാപത്തെ ഒരു ആനയാണെങ്കിൽ ചവിട്ടി മെതിക്കാം എന്ന് കരുതാം. അല്ലെങ്കിൽ ഒരു കരടിയാണെങ്കിൽ അതിനെ വലിച്ചു കീറാം എന്നൊക്കെ നമുക്ക് കരുതാം. പക്ഷെ ഒരിക്കലും ശക്തിയില്ലാത്ത അല്ലെങ്കിൽ മൃഗങ്ങളിൽ ഏറ്റവും മൃദുവായിട്ടുള്ള ഒരു മൃഗമായിട്ടുള്ള ഈ ആടിന് എങ്ങനെ ചുമക്കാൻ സാധിക്കും? കാരണം സാധാരണ ഏതെങ്കിലും ഒരു ഭാരം ചുമക്കണമെങ്കിൽ ആനയോ കഴുതയോ കാളയോ ഒക്കെയാണ് ഭാരം ചുമക്കുന്നത്. ആട് ഭാരം ചുമന്നുകൊണ്ട് പോകുന്നത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു, ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ഭാരവും ഒരു കുഞ്ഞാട് ചുമന്നൊഴിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിരോധാഭാസമായി തോന്നും. പക്ഷേ ആ ഭാഗത്തെക്കുറിച്ച് യഹൂദനോട് സംസാരിച്ചാൽ അവർക്ക് ഒരിക്കലും സംശയമില്ല. കാരണം കുഞ്ഞാട് എന്ന് പറയുന്ന വാക്ക് എല്ലാ കാലത്തും യഹൂദന് സുപരിചിതമായിട്ടുള്ള വചനമാണത്, അല്ലെങ്കിൽ വാക്കാണത്. എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായി പോവുകയാണ്. എത്ര പേർക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ഇഷ്ടമുണ്ട്? അവരുടെ കൈകൾ കാണട്ടെ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, അങ്ങയുടെ വചനം പഠിക്കുവാനും അത് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ എനിക്ക് നൽകണമേ. ആമേൻ. സാധാരണ ദൈവത്തിൻ്റെ വചനമാണ് പലർക്കും എന്താ പറയുക, ഉറക്ക ഗുളികയ്ക്ക് സമാനമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ആത്മാവിനെ ഉണർത്താനുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ആത്മാവിനെ കുറച്ചുകൂടെ ഒന്ന് പ്രകാശിപ്പിക്കുവാൻ, നിങ്ങളുടെ ആത്മാവിനെ അല്പം കൂടെ ഒന്ന് ഉണർത്തുവാൻ, നിങ്ങളുടെ ആത്മാവിലേക്ക് അല്പം കൂടെ ജീവനെ പകരുക എന്ന ദൗത്യവുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇന്ന് രാവിലെ നിങ്ങളെ ഉണർത്തുവാനായിട്ട് പോവുകയാണ്. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാലും. So, number one, it's not the lamb of men but of God. ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, മനുഷ്യൻ്റെ കുഞ്ഞാടല്ല അത്. മനുഷ്യൻ്റെ കുഞ്ഞാടാണെങ്കിൽ അവന് ഭാരം ചുമക്കാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ കുഞ്ഞാടാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം വിരോധാഭാസമായി തോന്നും. കാരണം ലോകത്തിലെ ആടുകൾ അതുപോലെയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞു, ദാ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്.
ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവം എല്ലായ്പ്പോഴും ദൈവം പകരക്കാരനായി ദൈവത്തിന് പകരമായി അയക്കുന്നവനാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ളത്. പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ ജീവിതം നോക്കുമ്പോൾ അബ്രഹാമിന് അവന് വാഗ്ദാന സന്തതിയായി ഒരു മകൻ ജനിക്കുകയാണ്. അവന്റെ പേര് ഇസഹാക്ക് എന്നാണ്. വാഗ്ദാന സന്തതിയായ ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, നിന്റെ ഏകജാതനായ പുത്രനായ ഇസഹാക്കിനെ തന്നെ എനിക്ക് യാഗമായി അർപ്പിക്കണം. അത് കേട്ടപ്പോൾ അബ്രഹാം അതിരാവിലെ കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരുമൊക്കെയായിട്ട് ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോകുകയാണ്. മലയുടെ അടിവാരത്തിൽ ബാല്യക്കാരെ മുഴുവൻ നിർത്തിയതിനു ശേഷം സ്വന്തം മകനെയും കൊണ്ട് മലയുടെ മുകളിലേക്ക് അവനെ യാഗമർപ്പിക്കുവാൻ, അവനെ കുലയ്ക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അബ്രഹാം നടന്നു കയറുകയാണ്. അവിടെ യാഗപീഠം ഒരുക്കി. ബാലന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ശരിയായ രീതിയിൽ കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം അവൻ വിശ്വാസത്തോടെ പറഞ്ഞു. ആടെവിടെ അപ്പാ എന്ന് ചോദിച്ചപ്പോൾ ദൈവം അത് കരുതും മകനെ എന്ന് പറഞ്ഞു. ആ യാഗപീഠത്തിന്റെ മുകളിൽ സ്വന്തം മകനെ കയറ്റി കിടത്തി കൈകളിലും കാലുകളിലും വള്ളികൾ കൊണ്ട് കൂട്ടിക്കെട്ടിയതിന് ശേഷം കത്തിയെടുത്ത് ഓങ്ങുന്ന സമയത്താണ് ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് അവനോട് സംസാരിച്ചത്, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ബാലനെ അവിടെ നിന്ന് രക്ഷിക്കുമ്പോൾ തൊട്ടടുത്ത് മുൾക്കാട്ടിൽ ഒരു കരച്ചിൽ കേട്ടു. അന്ന് അബ്രഹാമിന്റെ അനുസരണത്തിന് പ്രതിഫലമായി യാഗമായി ദൈവം കൊടുത്തത്, സ്വന്തം മകനെ ആവശ്യപ്പെട്ട ദൈവം മറ്റൊരു കുഞ്ഞാടിനെ അവിടെ കൊടുത്തു. ആ മോറിയ മലയിൽ മറ്റൊരു ആടിന്റെ യാഗം അവിടെ നടത്തപ്പെട്ടു. എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കുക. ദൈവത്തിന് പകരമായി ദൈവത്തിന്റെ കുഞ്ഞാട് അന്ന് വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാമിന്റെ യാഗപീഠത്തിന്റെ മുകളിൽ മരിച്ചു വീണു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞാലും ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ പകരക്കാരനാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഇസഹാക്കിന് പകരമായി, മനുഷ്യർക്ക് പകരമായി യാഗപീഠത്തിൽ കയറി കിടക്കേണ്ടി വന്ന കുഞ്ഞാടാണ്, പകരക്കാരനായ കുഞ്ഞാടാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു കർത്താവ് എന്നുള്ളത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ബൈബിൾ ഭാഷയിൽ അവരുടെ മനസ്സിലേക്ക് വരുന്ന അടുത്ത കുഞ്ഞാടാണ് പെസഹ കുഞ്ഞാട്. ഉറക്കെ പറയാമോ? പെസഹ കുഞ്ഞാട്. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. പെസഹ എന്ന വാക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഈസ്റ്ററിന് 2 ദിവസങ്ങൾക്ക് മുൻപ് നടക്കുന്ന ഒരു പ്രധാനമായ ആഘോഷമാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വരുന്ന ഒരു ആഘോഷമാണ് പെസഹ. എന്താണ് പെസഹ? വ്യാഴം എന്നൊക്കെയാണ് നാം കരുതുന്നത്. അല്ലല്ല, അതിനപ്പുറം ആ പെസഹ, നാം ആചരിക്കുന്ന പെസഹയ്ക്ക് അപ്പുറം വർഷങ്ങളുടെ അല്ലെങ്കിൽ അനേക നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചില ചരിത്രങ്ങളുണ്ട്. ആദ്യത്തെ പെസഹ നടന്നത് മിസ്രയീം അഥവാ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടായിരുന്നു. ആ പെസഹയെ കുറിച്ച് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ അവിടെ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം മുഴുവൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കുവാൻ ആരുമില്ലേ എന്ന് അവർ ദൈവത്തോട് കരഞ്ഞ് യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കരച്ചിൽ കേട്ടു കേട്ടു, ഞാൻ നിങ്ങളുടെ കണ്ണുനീർ കണ്ടു കണ്ടു എന്ന് പറഞ്ഞിട്ട് ദൈവം അവർക്ക് വേണ്ടിയിട്ട് രക്ഷകനായി വിമോചകനായി ഒരു വ്യക്തിയെ നൽകി. അവൻ്റെ പേരാണ് മോശെ. മോശയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ മിസ്രയീമിൽ നിന്ന് പലായനം ചെയ്ത് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുന്ന പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് പോകുവാനുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. എന്നാൽ അവർക്ക് ആ ദേശത്തു നിന്ന് വിട്ടുപോകാൻ സാധ്യമല്ല. അവിടുത്തെ അടിമകളായിരുന്ന അവരെ വിട്ടുകളയുവാൻ അവിടുത്തെ രാജാവായിരുന്ന ഫറവോൻ ഒരു കാരണവശാലും സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയിൽ, അവർ പുറപ്പെടുന്ന രാത്രിയിൽ ദൈവം അവർക്കൊരു കൽപ്പന കൊടുത്തു. ഇന്ന് രാത്രിയിൽ 10ാമത്തെ ബാധയായിട്ടുള്ള സംഹാര ദൂതൻ ഓരോ ഭവനങ്ങളിലും കയറി ഇറങ്ങുവാനായി പോകുകയാണ്. സംഹാര ദൂതൻ കയറി ഇറങ്ങുമ്പോൾ ഓരോ കുടുംബങ്ങളിലെയും കടിഞ്ഞൂൽ സന്താനത്തെ, ആദ്യ പുത്രനെ ആ സംഹാര ദൂതൻ ഛേദിച്ചു കളയും. അതുകൊണ്ട് ഇസ്രായേൽ ജനം ചെയ്യേണ്ടത് എന്താണ്? ദൈവം കറക്റ്റായിട്ട് പറഞ്ഞു. ആബീബ് മാസം
10-ാം തീയതി നിങ്ങൾ ഊനമില്ലാത്ത ഒരു ആടിനെ എടുക്കണം. ഊനമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഊനമില്ല എന്ന് പറഞ്ഞാൽ ഒരു വൈകല്യവും ഒരു കുഴപ്പവുമില്ലാത്ത ആടിനെ എടുക്കണം. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ, ഒരു വൈകല്യവുമില്ലാത്ത ആടാണ് യേശു ക്രിസ്തു. പറഞ്ഞേ. നമ്മളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 100,000 വൈകല്യമുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, എനിക്കോ എൻ്റെ കണ്ണിന് ഒരു വൈകല്യമില്ല, എൻ്റെ കൈക്കും വൈകല്യമില്ല, എൻ്റെ കാലിനും വൈകല്യമില്ല. പക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ എത്രയോ വൈകല്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ വൈകല്യങ്ങളില്ലാത്ത ആരുമില്ല. പക്ഷേ വൈകല്യമില്ലാത്ത ആട് പാപമൊഴികെ സകലത്തിലും നമ്മോടൊപ്പം തുല്യ സമനായി തീർന്നത് യേശു കർത്താവാണ്. വൈകല്യമില്ലാത്ത കുഞ്ഞാടാണ് യേശു കർത്താവ്. ബൈബിൾ പറയുന്നു ആബീബ് മാസം ഇസ്രായേൽ ജനത്തിൻ്റെ 1ാമത്തെ മാസമാണ്. ആബീബ് മാസം എന്നുള്ളത് നമ്മൾ ചിങ്ങം എന്ന് തുടങ്ങുന്നത് പോലൊരു മാസമാണ് ആബീബ് മാസം. ആബീബ് മാസം 10-ാം തീയതി ഒരാടിനെ അവർ എടുക്കണം. 4 ദിവസം ആ ആടിനെ അവർ സൂക്ഷിക്കണം. അതിനെന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ, ഏതെങ്കിലും ഊനമുണ്ടോ, എന്തെങ്കിലും ദഹനക്കേടുണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ആടിനെ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കണം. 14-ാം തീയതി വൈകുന്നേരം ആ ആടിനെ അവർ അറുക്കണം. അറുക്കുക മാത്രമല്ല, അതിൻ്റെ രക്തമെടുത്ത് കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും തളിക്കുകയും അതിൻ്റെ മാംസം അതേ കയ്പ് ചീരിയോടുകൂടെ അന്ന് രാത്രിയിൽ അവർ ഭക്ഷിക്കുകയും വേണം. അങ്ങനെ സംഹാരദൂതൻ വരുമ്പോൾ വീടുകളുടെ കട്ടിളപ്പടിയിൽ രക്തം, ഏതിൻ്റെ? കുഞ്ഞാടിൻ്റെ രക്തമുള്ള ഒരൊറ്റ വീട്ടിലും സംഹാരദൂതൻ കയറിയില്ല. കുഞ്ഞാടിൻ്റെ രക്തമില്ലാത്ത വീടുകളിൽ സംഹാരദൂതൻ, ദൈവമയച്ച 10ാമത്തെ ബാധയായ സംഹാരദൂതൻ കയറി അവിടുത്തെ ആദ്യജാതന്മാർ മുഴുവൻ അന്ന് രാത്രിയിൽ മരിച്ചു വീണു. സകല ഇസ്രായേൽ കുടുംബങ്ങളിലും ഇതാ ഈ രക്തത്തിൻ്റെ അംശം പുരണ്ട കുടുംബങ്ങളിൽ സംഹാരദൂതൻ തൊട്ടില്ല. എന്നാൽ സകല മിസ്രയീമ കുടുംബങ്ങളിലും അന്ന് രാത്രി ഒരു വലിയ കരച്ചിൽ ഉളവായി തീർന്നു. പെസഹ, കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ മുഴുവൻ മനസ്സിൽ വരുന്നത് പെസഹായുടെ കുഞ്ഞാടാണ്. ഒരു ദിവസം രാത്രിയിൽ അറുക്കപ്പെട്ട പെസഹായുടെ കുഞ്ഞാട് എന്നുള്ളത്. നോക്കുക, ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ പകരമാക്കി വെച്ച, മനുഷ്യൻ്റെ പാപത്തിന് പകരമാക്കി വെച്ച ആ ആടായിരുന്നു, ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നു യേശു ക്രിസ്തു എന്നുള്ളത്. 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ അതിനെ സൂക്ഷിച്ചതുപോലെ ദൈവത്തിൻ്റെ ഒരു ദിവസം നമ്മുടെ 1000 സംവത്സരങ്ങൾക്ക് തുല്യമാണ് എന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ 4000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനുണ്ടായി. 4000 വർഷങ്ങൾക്ക് ശേഷം ഇതാ കാൽവരി ക്രൂശിൽ ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിൻ്റെ രക്തം ഹൃദയമാകുന്ന കട്ടിളയുടെ വാതിലിൻ്റെ ആ പടികളിൽ തളിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭവനത്തിൻ്റെ അകത്ത് ആ സംഹാരദൂതൻ കടന്നു വരികയില്ല. ഹൃദയത്തിനകത്ത് യേശുവിൻ്റെ രക്തം തളിക്കപ്പെട്ട, അല്ലെങ്കിൽ എബ്രായ ലേഖനം എഴുതിയിട്ടുള്ള ലേഖനകർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞ മനസാക്ഷിയിൽ രക്തം തളിക്കപ്പെട്ട ഒരിടത്തു പോലും സംഹാരദൂതൻ കയറുകയില്ല. ഇനി നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ആരുടെയും മഹത്വം കൊണ്ടല്ല അത്ഭുതം നടക്കുന്നത്. യേശു കർത്താവ് നിങ്ങളുടെ എത്ര വലിയ രോഗമാണെങ്കിലും സൗഖ്യമാക്കാൻ അവൻ മതിയായ ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഓരോ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ആകട്ടെ. നാവിന് ചുറ്റും ഒരു പക്ഷേ വ്രണമായിരിക്കാം, ഇങ്ങനെ പൊട്ടിയിട്ട് വല്ലാതെ വേദനയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഓർമ്മശക്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാൻക്രിയാസിലുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്
സൗഖ്യമാക്കുകയാണ്, കർത്താവ് സൗഖ്യമാക്കുകയാണ്. അതുപോലെ തന്നെ വൃക്കയ്ക്കകത്തുള്ള കല്ലുകൾ, കിഡ്നിക്കകത്തുള്ള കല്ല്, കിഡ്നി സ്റ്റോൺ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. വല്ലാത്ത പല്ലുവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ മോണയിൽ നിന്ന് പഴുപ്പൊക്കെ വരുന്ന വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളും ഇപ്പോൾ സൗഖ്യമാവുകയാണ്. സ്ക്രീനിന് നേരെ കൈകൾ നീട്ടിയാലും ഏത് രോഗികളാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഹോസ്പിറ്റലിൽ ഇരുന്ന് കാണുന്നവരുണ്ടെങ്കിൽ യേശുവേ എന്ന് വിളിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുവേ എന്ന് വിളിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. താങ്ക് യു മാസ്റ്റർ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഓരോ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേലും അങ്ങയുടെ കരം അതിശക്തമായി അങ്ങ് വെളിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനെയും ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് ദുബായിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ നാളെ ഷാർജയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് നിങ്ങളെ പ്രത്യേകമായി ഞാൻ വീട്ടിൽ വന്ന് ക്ഷണിക്കുന്നത് പോലെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സാധിക്കാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവിടെ വരണം, സംബന്ധിക്കണം, വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. നിങ്ങളെ നേരിൽ കാണാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. കർത്താവ് അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ആരെ ചൊല്ലി? മൈ ഹാർട്ട് yearns for him. For whom? Options: A. Ephraim, B. Shemaiah, C. Zedekiah, D. Ahab. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്.